ഈ ഒരു മഴക്കാലത്ത് നല്ല ചൂട് കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാനായിട്ട് നമ്മുടെ വീട്ടിലെ നിത്യമുള്ള കടല വെച്ചിട്ട് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇങ്ങനെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ കുറെ ദിവസത്തേക്ക് ഒരു കേടുപാട് കൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്നതുമാണ്. ഇനി നമുക്ക് കടല ഫ്രൈ തയ്യാറാക്കി എടുക്കാനായിട്ട് ഗ്രാം കടല തലേ ദിവസം തന്നെ വെള്ളത്തിൽ കുതിർത്തി വേവിച്ചെടുക്കുന്നതിനായിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. കടല വേവിച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. കുറഞ്ഞ അളവിൽ വെള്ളം ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒരു 3-4 വിസിൽ വരുന്നത് വരെയും വേവിച്ചെടുക്കാം. ഇനി ഇതിന്റെ വെള്ളം എല്ലാം ഒന്ന് ഊറ്റി മാറ്റിയെടുക്കണം. കടല ഫ്രൈ തയ്യാറാക്കി എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ കടലയിലെ വെള്ളം മുഴുവനും തന്നെ ഉടച്ചു മാറ്റേണ്ടതാണ്. ഇനി ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് 1 സ്പൂൺ ഓയിലും 1 സ്പൂൺ അളവില് മല്ലിപ്പൊടിയും 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളമെല്ലാം ഊറ്റി വെച്ചിരിക്കുന്ന കടല കൂടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ കടല ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് എരിവിന് ആവശ്യമായ 5 പച്ചമുളക്, 1/4 ടീസ്പൂൺ അളവില് പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ കുരുമുളക്, ഒരു 10-15 അല്ലി വെളുത്തുള്ളി, നിങ്ങൾക്ക് ഇതിലേക്ക് ചെറിയ ജീരകവും എടുക്കാവുന്നതാണ്. ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ട് കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കടലയിലേക്ക് ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് കടലപ്പൊടിയാണ്. 2.5 സ്പൂൺ അളവിലാണ് കടലപ്പൊടി ചേർക്കുന്നത്. കടലപ്പൊടിയുടെ കൂടെ തന്നെ 2.5 സ്പൂൺ അളവില് കോൺഫ്ലോറും കുറച്ച് കറിവേപ്പില കൈകൊണ്ടൊന്ന് കീറിയത് കൂടെ ചേർക്കുന്നുണ്ട്. ഇനി വീണ്ടും ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് നമ്മളത് കുഴച്ചെടുത്തിട്ടുള്ളത്. കുഴച്ചെടുക്കുന്ന സമയത്തും ഇതിലേക്ക് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ വേണം നമുക്കിതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാനായിട്ടും. ഈ ഒരു രീതിയിലേക്ക് കുഴച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് വറുത്തെടുക്കാനുള്ള ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ഓരോ പിടി കടലയും എണ്ണയിലേക്ക് വാരി നല്ലതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം. എണ്ണയിലേക്ക് വാരി ഇട്ട് കൊടുക്കുമ്പോൾ ഫുൾ ഫ്ലെയിമിലായിരിക്കണം. അതിനുശേഷം അടിച്ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കണം. കടല നല്ലതുപോലെ മൊരിഞ്ഞു പാകമായി കഴിഞ്ഞാൽ മുകളിലേക്ക് പൊങ്ങി വരും. ആ ഒരു പാകമായാൽ പിന്നെ കടല എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇങ്ങനെ ചെയ്തെടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. അധികമൊന്നും എണ്ണ കുടിക്കാതെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് ഈ കടല ഫ്രൈ ചെയ്തെടുക്കാനും സാധിക്കും. അപ്പോൾ എത്ര എളുപ്പത്തിലാണ് നമ്മൾ ഈ കടല ഫ്രൈ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഈ ഒരു മഴക്കാലത്ത് ഇതുപോലെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.